ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾ കമ്പനിക്ക് പൈസ കൊടുക്കേണ്ടി വരും. ഓക്കെ, ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നിങ്ങളൊരു കമ്പനിയിൽ നിന്ന് ജോലി രാജിവെക്കുകയാണെങ്കിലും അതല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു കമ്പനിയിലേക്ക് ജോലി മാറിപ്പോവുകയാണെങ്കിലും നമ്മൾ ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിയമം അനുസരിച്ച് നോട്ടീസ് പീരീഡ് നമ്മൾ കവർ ചെയ്യണം. ചിലപ്പോൾ 1 മാസമായിരിക്കാം, ചിലപ്പോൾ 2 മാസമായിരിക്കാം. നിങ്ങളുടെ സർവീസ് കാലയളവ് അനുസരിച്ച് 1 മാസമോ 2 മാസമോ ആയിരിക്കാം ഈ നോട്ടീസ് പീരീഡ്. ഈ നോട്ടീസ് പീരീഡ് കാലയളവിൽ നിങ്ങൾ നിലവിലുള്ള കമ്പനിയിൽ തന്നെ ജോലി ചെയ്തിരിക്കണം. മാത്രമല്ല കമ്പനി നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യുകയും വേണം. ഓക്കെ, ഇതാണ് ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇപ്പോൾ നിലവിലുള്ള ഒരു റൂൾസ്. ഇനി നിങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങളുടെ നോട്ടീസ് പീരീഡ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നില്ല എങ്കിൽ, അപ്പോൾ നിങ്ങളുടെ നോട്ടീസ് പീരീഡ് 1 മാസമാണെങ്കിൽ നിങ്ങൾ 2 ആഴ്ച നിങ്ങൾ കമ്പനിയിൽ ജോലി ചെയ്തു, 2 ആഴ്ച നിങ്ങൾ ജോലി ചെയ്തില്ല എങ്കിൽ ഈ 2 ആഴ്ച നിങ്ങൾ എത്ര കാലയളവാണോ കമ്പനിയിൽ ജോലി ചെയ്യാത്ത ആ കാലയളവിന് നിങ്ങൾ തൊഴിലുടമക്ക് പൈസ തിരിച്ചു കൊടുക്കേണ്ടി വരും. അതായത് ഇപ്പോൾ നിങ്ങളുടെ ബേസിക് സാലറി ഒരു 1500 റിയാലാണെങ്കിൽ നിങ്ങൾ 2 ആഴ്ച കമ്പനിയിൽ ജോലി ചെയ്യുന്നില്ല എങ്കിൽ ഈ 2 ആഴ്ചകൾക്ക് നിങ്ങൾ 1500 ബേസിക് സാലറി കണക്കാക്കി കഴിഞ്ഞാൽ 750 റിയാൽ നിങ്ങൾ കമ്പനിക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ കമ്പനിയിൽ നിന്ന് രാജിവെച്ച് നാട്ടിലേക്ക് പോവുകയാണെങ്കിലും അതല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു കമ്പനിയിലേക്ക് ജോലി മാറി പോവുകയാണെങ്കിലും നോട്ടീസ് പീരീഡ് റെസ്പെക്റ്റ് ചെയ്യുക, നോട്ടീസ് പീരീഡ് കവർ ചെയ്യുക. 1 മാസമാണെങ്കിൽ 1 മാസം, 2 മാസമാണെങ്കിൽ 2 മാസം. നോട്ടീസ് പീരീഡ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നില്ല എങ്കിൽ തൊഴിലുടമക്ക് നിങ്ങൾ പൈസ തിരിച്ച് കൊടുക്കേണ്ടി വരും. മാത്രമല്ല നിങ്ങൾ ഈ നോട്ടീസ് പീരീഡ് കാലയളവിൽ നിങ്ങൾ നിലവിലുള്ള കമ്പനിയിൽ തന്നെ ജോലി ചെയ്യുന്നു എന്നുള്ളതിനുള്ള എല്ലാ പ്രൂഫും നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ തയ്യാറാക്കി വെക്കുക. അത് നിങ്ങൾക്ക് പ്രൂഫ് ഉണ്ടായിരിക്കണം. മാത്രമല്ല പിന്നെ ഇനി നിങ്ങൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക. നിങ്ങൾ മറ്റൊരു ഈ ജോലി നിങ്ങൾ നോട്ടീസ് പീരീഡ് കാലയളവിൽ നിങ്ങൾ ആ കമ്പനിയിൽ ഇല്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കെതിരെ നിലവിലുള്ള കമ്പനി എബ്സ്കോണ്ടിങ് കേസോ അങ്ങനെ ഫാൾസ് കേസൊക്കെ കൊടുക്കാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ ആ കമ്പനിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിന് നിങ്ങൾ തന്നെ പ്രൂഫ് നിങ്ങൾ ശേഖരിച്ച് നിങ്ങൾ സംഘടിപ്പിച്ച് നിങ്ങൾ വെക്കണം. ഓക്കെ, അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി കമ്പനിയുമായിട്ട് നിങ്ങളൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ കമ്പനിക്ക് തോന്നുകയാണ് ഈ എംപ്ലോയി നിങ്ങൾക്ക് നോട്ടീസ് പീരീഡ് ആവശ്യമില്ലാമെന്ന് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ അതിനും നിങ്ങൾ എന്ത് ചെയ്യണം, ലീഗലി പേപ്പർ തയ്യാറാക്കി നിങ്ങൾ കൈവശം വെക്കണം. ഓക്കെ, ഇപ്പോൾ കമ്പനിക്ക് തോന്നുകയാണെങ്കിൽ ഈ നോട്ടീസ് പീരീഡ് ആവശ്യമില്ലാമെന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, അതൊരു പേപ്പറിൽ ഒരു ലീഗലായിട്ട് പേപ്പറിൽ എന്ത് ചെയ്യുക, ഒരു സർട്ടിഫൈ ചെയ്ത് നിങ്ങൾക്ക് തരാവുന്നതാണ്. അതുകൊണ്ട് അതും പ്രത്യേകം ശ്രദ്ധിക്കുക.